അമ്മേ, സർഗ എങ്ങനെയാ പൊതുവെ ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ആളാണോ? ഇവിടെ കാണുന്ന സൈലന്റേ അല്ല. ഷാനിക്ക ഇവിടെ വരുമ്പോ മിണ്ടാപ്പൂച്ചയാ. വീട്ടില് ഭയങ്കര ശല്യം. പോയി വീട്ടിൽ നിന്ന്. ഇത് ആദ്യമായിട്ടാണല്ലോ സർഗയെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. സർഗ, എന്നിട്ട് എന്താണ് പറയാനുള്ളത് അമ്മയുടെ ഈ ഒരു വിമർശനത്തിനോട്? സത്യതാണ്. സത്യമായിട്ട് പറയാം, ഞാൻ വീട്ടിൽ വെറും അലമ്പാണ്. അപ്പൊ മക്കൾ ഇവിടെ വന്ന് അഭിനയിക്കുകയാണോ കഷ്ടപ്പെട്ട് നല്ലവളായിട്ട്? അങ്ങനെ അഭിനയിക്കുന്നില്ല, പക്ഷെ അമ്മേ, സർഗയുടെ ഒന്ന് രണ്ട് ചേഷ്ടകൾ അതെ, പറയൂ. വീട്ടില് ഇവളുടെ ചേച്ചിയുണ്ട്. ചേച്ചി ആള് പാവോ, പക്ഷെ ചേച്ചി എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് ഇവളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും. അപ്പം അവള് എന്തെങ്കിലും പറയും, പക്ഷെ ഇവര് തമ്മിൽ അടി കൂടിയിട്ട് അവളുടെ പരാതി മൊത്തം ഇവള് എന്റെ കൂടെ പറയും. കിട്ടുന്നതെല്ലാം അവക്ക്. ഫുൾ ടൈം വർത്താനമാണ്. അതെ, ഫുൾ ടൈം. ഒരു ദിവസം 24 മണിക്കൂറും ഫുൾ ടൈം വർത്താനാണ്. അപ്പൊ ഒരു അക്രമകാരിയാണ് മോളെ. അതെ അതെ, ഞാൻ ഇവിടെ വരുമ്പോ വഴക്ക് പറയും. നീ ആ വീട്ടിൽ കാണിക്കുന്ന ആ ഒരു ഇവിടെ അതെ അതെ. അപ്പൊ ഇവിടെ സർഗ വീട്ടിൽ സിംഹം. വീട്ടിലെ ഹെൽപ്പൊക്കെ ചെയ്യോ അമ്മേനെ? പിന്നെ ഒരു ജോലി ചെയ്യത്തില്ല. സർഗയുടെ അതായത് ആ പാട്ട് നല്ല രീതിയിൽ പാടി ഇങ്ങനെ ഇരിക്കുക. ഒരു വക ആ വീട്ടില്. അവളുടെ ചേച്ചിയാണെങ്കിൽ ആള് പഠിക്കുന്ന ബുക്ക് ആയിരുന്നാലും അവക്ക് എല്ലാം നീറ്റായിട്ടിരിക്കണം, ടെസ്റ്റ് എല്ലാം. പക്ഷെ ഇവൾ എവിടെ വരുന്ന പഠിക്കണോ അവിടെ, ഉറങ്ങുന്നതാണെങ്കിൽ അവിടെ കിടക്കും ബുക്കെല്ലാം. പക്ഷെ ക്ലാസ്സിൽ ഫസ്റ്റാ, പഠിക്കാനൊക്കെ പഠിക്കുക. നമുക്കത് മതി, ബാക്കി കാര്യങ്ങളൊക്കെ സൈഡ്. അല്ല, വീട്ടില് നന്നായിരിക്കണം നമ്മള്. ഇങ്ങനെ നമ്മുടെ നാടിന് ആള് പാവാ. എന്തെങ്കിലും കുറുമ്പ് കാണിച്ചോണ്ടേ ഇരിക്കും. കൈ പാവാണ്, പക്ഷെ കയ്യിരിപ്പ് മുഴുവൻ പോക്കൃത്തരാ. മോളെ കുറച്ച് ബോൾഡായിട്ടിരിക്കുന്നത് നല്ലത്. പിന്നെ ഈ കുസിൽ കുറേയൊക്കെ അമ്മയും ചേച്ചിയൊക്കെ സഹായിക്കണം. ബാക്കി കുറച്ചൊക്കെ ആയിക്കാം. ഈ സമയത്ത് കുറുമ്പ് കാണിച്ചില്ല, പിന്നെ എപ്പം കാണിക്കാനാണ്?